എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 1 ശ്ലോകം 26, 27, 28, 29, 30, 31, 32, 33 8 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഗംഗണപതയേ നമഃ. സംസരസ്വതേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച ഇത്യാദിശ്യാമരഗണാൻ പ്രജാപതിപതിർവിഭു ആശ്വാസ്യ ച മഹീം ഗീർഭിഃ സ്വധാമ പരമം യയോ. ശ്രീശുക ബ്രഹ്മർഷി പറയാണ്, മരീചി മുതലായവരുടെ പുത്രന്മാരും പൗത്രന്മാരുമായിട്ട് ലോകത്തില് പ്രജകളിങ്ങനെ വർദ്ധിച്ചു. അപ്പൊ അവർക്ക് എല്ലാവർക്കും കൂടി പ്രജാപതികള് എന്ന് പേര്. എല്ലാവരുടെയും പിതാവാരാ? ബ്രഹ്മാവ് അല്ലെ. ഇവരെല്ലാവരും സൃഷ്ടിച്ചത് ബ്രഹ്മാവാണ്. അപ്പൊ പ്രജകൾ ഇങ്ങനെ വർദ്ധിച്ചു. അപ്പൊ ഈ ഇവരുടെ പുത്രന്മാരല്ലേ. അപ്പൊ എല്ലാവരും ലോകത്തിലുള്ളവര് എല്ലാവരും ബ്രഹ്മാവിന്റെ പുത്രപൗത്രന്മാരാണ്. അങ്ങനെ ബ്രഹ്മാവിന്റെ പുത്രപൗത്രന്മാരെ കൊണ്ട് ലോകം പൂർണ്ണമായിരിക്കണം. അതുകൊണ്ട് ലോകത്തിലെ ആർക്കെങ്കിലും സങ്കടം നേരിടുമ്പോ, ലോകത്തിന് സങ്കടം നേരിടുമ്പോ ബ്രഹ്മാവിന്റെ മനസ്സില് വിഷമമുണ്ടാവും. അദ്ദേഹത്തിന് വളരെ താപം ഉണ്ടാകും. അപ്പൊ പിന്നെ ബ്രഹ്മാവ് ഭഗവാന്റെ അവതാരത്തിന് ഭഗവാനെ ഈ താപം മാറ്റാൻ അവിടുന്ന് അവതരിക്കണേ എന്ന് പ്രാർത്ഥിക്കേ അല്ലെ. അപ്പൊ എല്ലാ അവതാരങ്ങളും ബ്രഹ്മ പ്രാർത്ഥന കൊണ്ടാണ് ഉണ്ടായി വന്നിരിക്കുന്നത്. അവതാര പുരുഷന്റെ ആ സൗകര്യത്തിന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒക്കെ ജാഗ്രതയായിട്ട് ചെയ്യാൻ ദേവന്മാരോട് കൽപ്പിച്ചു ബ്രഹ്മാവ്. പിന്നെ അതിനുശേഷം ഭൂമിദേവിയോട് പറഞ്ഞു, ഹേ ധരണി, നീ തന്നെയാണ് ധന്യ. നിനക്ക് എന്തൊരു ഭാഗ്യം ധരണീദേവി. താമസിയാതെ ഭഗവത്പാദപത്മങ്ങളാൽ നീ അലങ്കരിക്കപ്പെടും. നിന്റെ ശരീരത്തില് ഓരോ തരിയിലും ആ ഭഗവാന്റെ പാദസ്പർശം അങ്ങനെ ഏറ്റ് നിനക്ക് പുളകിതയാവാം. നീ തന്നെയാണ് ധന്യ എന്ന് പറയുന്നു ഭൂമിദേവിയോട്. അങ്ങനെ സൗമ്യ വാക്കുകളൊക്കെ പറഞ്ഞ് ഭൂമി ദേവിയും കൂടി ആശ്വസിപ്പിക്കുകയാണ്. അത് കേട്ടപ്പോ ഭൂമിദേവിക്ക് വളരെ ആശ്വാസമായി. അങ്ങനെ പിന്നെതാ തന്റെ ആ പരമോത്കൃഷ്ട സ്ഥാനമായ ആ സത്യലോകത്തിലേക്ക് തന്നെ ബ്രഹ്മാവ് തിരിച്ച് എഴുന്നള്ളുകയും ചെയ്തു. ശൂരസേനോ യദുപതി മധുരാം ആവസൽപുരീം മാധുരാൻ ശൂരസേനാംശ്ച വിഷയാൻ ബുഭുജേ പുരാ. ഭഗവാൻ ആ മധുരാപുരിയിൽ അവതരിച്ചു എന്ന് പറയാൻ പോവാണ്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ കാരണം പറയണം. ആ സഹസ്രാർജുനന്റെ രണ്ടാമത്തെ പുത്രനായ ശൂരസേനൻ എന്ന യദുരാജാവ് പണ്ട് മധുരാപുരിയിൽ ഉൾപ്പെടുന്നതും ശൂരസേനങ്ങൾ എന്നു പേരുള്ളതുമായുള്ള രാജ്യങ്ങളെയൊക്കെ പരിപാലിച്ചു. മധുരാപുരിയും പിന്നെ ശൂരസേനങ്ങൾ എന്നു പേരുള്ള ആ രാജ്യങ്ങളെ ശൂരസേനൻ എന്ന രാജാവാണ് ഭരിച്ചത്. മധ്യതേതു ജഗൽ സർവം ബ്രഹ്മജ്ഞാനേന ഏനവാ തൽസാരഭൂതം യസ്യാം മധുരാസാ നിഗദ്യതേ. ലോകം മുഴുവനും ഏതൊരു ബ്രഹ്മജ്ഞാനത്താൽ മഥിക്കപ്പെടുന്നു, ആ ജ്ഞാനത്തിന്റെ മൂർത്തിമത്തായ കൃഷ്ണ വിഗ്രഹം കൊണ്ട് ഏതൊരു രാജ്യം ശോഭിക്കുന്നുവോ അത് തന്നെയാണ് മധുര എന്ന് ആ ശ്രുതിയില്, താപിനി ശ്രുതി കൊണ്ട് ആ ഗ്രന്ഥത്തില് അതിൽ വർണ്ണിച്ചിട്ടുണ്ട്. മട്ര എന്നു പേരുള്ള ആ ഉത്തര മധുരയെ ഇന്നും പുണ്യസ്ഥലമായിട്ട് കരുതുന്നുണ്ട്. എന്തുകൊണ്ടാ? അവിടെയാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരം ഉണ്ടായത് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ലോകത്തില് പ്രസിദ്ധമായിട്ടുള്ള കാര്യമാണ്. രാജധാനി തതസാഭൂൽ സർവയാദവ ഭൂഭുജാം മധുരാ ഭഗവാൻ യത്ര നിത്യം സന്നിഹിതോ ഹരി. പരമ്പരയായിട്ട് യദുകുലത്തിലെ രാജാക്കന്മാരായിട്ട് വരുന്നവരെല്ലാം ആ മധുരാപുരയിൽ തന്നെയാണ് രാജധാനിയാക്കിയിരിക്കുന്നത്. ക്യാപിറ്റല് എല്ലാവരുടെയും മധുരയാണ്. അത് എന്തുകൊണ്ടാ അങ്ങനെ? ഈ മധുരാപുരയില് ഭഗവാൻ ശ്രീഹരി എന്നും സന്നിധാനം ചെയ്തിരിക്കുന്നു. ഭഗവാന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. എല്ലാ ദിക്കിലും ഒരുപോലെ അധിവസിക്കുന്ന ഭഗവാന് പ്രത്യേക ഒരു സ്ഥലത്ത് ഇരിക്കണമെന്ന് പറയണത് അത് ശരിയാണോ എന്ന് ആരും ശങ്കിക്കണ്ട. അവതാരം ഇവിടെയായിരുന്നു അല്ലെ ഭഗവാന്റെ. അതുകൊണ്ട് ആ അവതാര സ്വരൂപത്തെ ഈ പ്രത്യേക സ്ഥലത്ത് പ്രകാശിപ്പിച്ചതുകൊണ്ട് ഈ സ്ഥലത്തിന് മഹാത്മ്യമുണ്ട്, അത് സംശയമില്ല. ഏത് സ്ഥലത്തിൽ അവതരിച്ചാലും ആ സ്ഥലത്തെ
ഭഗവാന്റെ അവതാരം എവിടെ ഉണ്ടായിരുന്നാലും അല്ലെ അതിന് മഹാത്മ്യം ഉണ്ടാവും. അപ്പൊ ഇവിടെ മധുരയില് ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ചു, അതുകൊണ്ട് മധുരയ്ക്ക് പ്രാധാന്യം. എല്ലാ സ്ഥലത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യകാന്തി, സൂര്യകാന്തം എന്ന കല്ലില് തട്ടുമ്പോ അഗ്നിയെ പുറപ്പെടുവിക്കും. അതുപോലെ എങ്ങും വ്യാപിച്ചിരിക്കുന്ന ഈശ്വരന്റെ മഹാത്മ്യം ചില സ്ഥലങ്ങളില് പ്രത്യക്ഷമായിട്ട് കാണുന്നത് തന്നെയാണ് ആ സ്ഥലത്തിന്റെ മഹാത്മ്യം എന്നതാ പ്രത്യേകം പറയണം. തസ്യാം തു കർഹിചിൽ ശൗരി വസുദേവ കൃതോദ്വഹ ദേവക്യാ സൂര്യയാ സാർദ്ധം പ്രയാണേ രഥമാരുഹൽ. ഒരു ദിവസം ആ മധുരാപുരിയില് ശൂരസേനന്റെ പുത്രനായ വസുദേവര് ദേവകി എന്നുപേരായ ഒരു രാജകുമാരിയെ വിവാഹം കഴിച്ചു. അങ്ങനെ ഭാര്യയോടുകൂടി തന്റെ വാസസ്ഥലത്തിലേക്ക് പോവാൻ വേണ്ടി തേരിൽ കയറി. ഉഗ്രസേന സുതകംസ സ്വസു പ്രിയ ചികീർഷയാ രശ്മീൻ ഹയാനാം ജഗ്രാഹ രൗക്മൈ രഥശതൈർവൃത. ഉഗ്രസേനന്റെ പുത്രനായ കംസന്റെ സഹോദരിയാണ് ഈ ദേവകി. അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞ് ഭർത്താവിന്റെ ഗൃഹത്തിലേക്ക് പോകുന്ന ആ സഹോദരിയുടെ നേരെ കംസന് നല്ല സ്നേഹം. കംസന്റെ സഹോദരിയല്ലേ, ഇപ്പോ വളരെ സ്നേഹമാണ് ആ സഹോദരി കംസന്. അപ്പോ ആ എത്ര സ്നേഹം ഉണ്ടെന്ന് അത് ഒന്ന് അറിയിക്കണം. അതിനു വേണ്ടിയിട്ട് കംസൻ എന്ത് ചെയ്തു? യാത്രയ്ക്ക് ധാരാളം തേരുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാം സ്വർണം കൊണ്ട് ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്. അത്രയും മനോഹരമാക്കിയിട്ടുണ്ട്. സ്വർണം കൊണ്ട് അലങ്കരിച്ച് മനോഹരമായിട്ടുള്ള തേരുകള്. അതില് പ്രത്യേകം ഒരു തേര് മുഴുവൻ സ്വർണ്ണാണ്. ആ ഒരു രഥത്തില് ദേവകിയും വസുദേവനും അതിലാണ്, ആ സ്വർണ്ണ രഥത്തിലാണ് വധൂവരന്മാര് കയറിയിരിക്കുന്നത്. അപ്പൊ കംസൻ പറയാണ്, മഹാരാജാവാണ് കംസൻ, ഇതേവരെ അങ്ങനെ കംസൻ പറഞ്ഞിട്ടേ ഇല്ല, ഞാനാണ് ഇത്, എന്റെ സഹോദരിയുടെ ഈ വിവാഹ ആഘോഷത്തിലെ ഈ തേര് തെളിക്കുന്നത് ഞാനാണെന്ന് കംസൻ പറഞ്ഞു. എല്ലാവരും അത്ഭുതപ്പെട്ടു. ഇങ്ങനെ കംസൻ തന്നെ ആ സാരഥിയായിട്ട് പുറപ്പെടുക എല്ലാവർക്കും വളരെ അത്ഭുതമായി. അത്രയും സ്നേഹമാണ് കംസന് ദേവകി സഹോദരിയോട്. അങ്ങനെ കുതിരകളുടെ കടിഞ്ഞാണ് പിടിച്ചു. 4 കുതിരകളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന തേരാണ് മനോഹരമായ ആ രഥം. ചതുശതം പാരിബർഹം ഗജാനാം ഹേമമാലിനാം അശ്വാനാമയുധം സാർദ്ധം രഥാനാം ച 300. ആ സ്വർണം കൊണ്ട് അലങ്കരിച്ച 400 ആന, 15,000 കുതിര, 1800 തേര് മുതലായ ഇതൊക്കെയാണ് വസുദേവനും ദേവകിക്കും കൂടി ആ പിതാവ് സ്ത്രീധനമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത്രയും ഗംഭീരായിട്ടുള്ള വിവാഹ ഘോഷയാത്രയാണ്. ദാസീനാം സുകുമാരീണാം ദ്വേഷതേ സമലംകൃതേ ദുഹിത്രേ ദേവകപ്രാദാൽ യാനേ ദുഹിതൃവത്സല. ആ ദേവകി പുറപ്പെട്ട സമയത്തില് പുത്രിയില് അതിസ്നേഹാണ് ദേവകന്. അങ്ങനെ ദേവകൻ അതിസുന്ദരികളും അതിമനോഹരമായിട്ട് അലങ്കാരങ്ങളൊക്കെ ചെയ്തവരുമായിട്ടുള്ള 200 ദാസികളെയും ദേവകിക്ക് കൊടുത്തു. ശംഖതൂര്യമൃദംഗാശ്ച നേതുർദുന്ദുഭയസമം പ്രയാണപ്രക്രമേ താവത് വരവധ്വോ സുമംഗളം. അങ്ങനെ ഭാര്യാഭർത്താക്കന്മാർ ഒരുമിച്ച് ഭർതൃഗൃഹത്തിലേക്ക് യാത്ര ആരംഭിച്ചപ്പോ മംഗളസൂചകമായ ശംഖ്, തൂര്യം, മൃദംഗം, ദുന്ദുഭി മുതലായ വാദ്യവിശേഷങ്ങളൊക്കെ അങ്ങോട്ട് മുഴക്കി ഈ വാദ്യങ്ങളുടെയൊക്കെ മനോഹര ശബ്ദം എല്ലാ സ്ഥലത്തും ഗംഭീരമായിട്ട് ഇങ്ങനെ വ്യാപിച്ചു. അതിസുന്ദരിയായിട്ടുള്ള ദേവകിയും അതേപോലെ സുന്ദരനായിട്ടുള്ള വസുദേവരും തേരിലിങ്ങനെ മനോഹരമായ സ്വർണ്ണരഥത്തില് പോകുന്നു. സാരഥിയായിട്ടതാ കംസനും പുഞ്ചിരിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി അങ്ങനെ നീങ്ങുമ്പോഴാണ് അതാ ഒരു പെട്ടെന്ന് എല്ലാ സംഭവങ്ങളുടെയും ഗതി അങ്ങോട്ട് മാറി. ആ സന്തോഷമൊക്കെ പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് അസ്തമിച്ചു. ഒരാശരീരി കേൾക്കണു കംസൻ. ആ ബാക്കിയുള്ള ശ്ലോകങ്ങളൊക്കെ നമുക്ക് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.